Hi all, welcome back to the video. Income tax in the Kerala PSC in the previous year question paper continuation in the first question. Which of the following is the correct response with respect to the residential status of an individual as a resident in India? Option A, resides in India for a period of not less than 181 days in the relevant previous year. Option B, resides in India for a minimum of 60 days in the relevant previous year and resides in India not less than 365 days in the immediately preceding 4 years. Option C, both A and B together are required. Option D, either of A or B is to be fulfilled. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, റിസൈഡ്സ് ഇൻ ഇന്ത്യ ഫോർ എ മിനിമം ഓഫ് 60 ഡേയ്സ് ഇൻ ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ആൻഡ് റിസൈഡഡ് ഇൻ ഇന്ത്യ നോട്ട് ലെസ് ദാൻ 365 ഡേയ്സ് ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 4 ഇയേഴ്സ് എന്നുള്ളതാണ്. അപ്പം ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആവാനുള്ള ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എന്തുകൊണ്ട് ഓപ്ഷൻ എ റോങ് ആയി എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന റിസൈഡ്സ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 181 ഡേയ്സ് എന്നുള്ളതാണ്. അവിടെ 182 ഡേയ്സ് എന്നാണ് കറക്റ്റ് ആൻസർ വേണ്ടത്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ബേസിക് കണ്ടീഷൻ, ഏതൊക്കെ അഡീഷണൽ കണ്ടീഷൻ എന്ന് നോക്കാം. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ എനി വൺ ആണെങ്കിൽ അത് റെസിഡൻ്റ് എന്ന് പറയാം. ഈ താഴെ തന്നിരിക്കുന്ന രണ്ട് കണ്ടീഷനിൽ ഒരെണ്ണമാണ് സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ റെസിഡൻ്റ് എന്നാണ് പറയുക. കണ്ടീഷൻ 1 പറയുന്നത് ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 182 ഡേയ്സ്. ആദ്യം വേണ്ടുന്ന 182 ദിവസം ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഡേയ്സ് ആൻഡ് ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ലാസ്റ്റ് 4 പ്രീവിയസ് ഇയേഴ്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 365 ഡേയ്സ് എന്നാണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഇതിൽ ഓപ്ഷൻ, അതായത് സെക്കൻഡ് കണ്ടീഷനാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരുന്നത്. ഇനി അഡീഷണൽ കണ്ടീഷൻ ഏതൊക്കെയാണ്? ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ ലാസ്റ്റ് 7 ഇയേഴ്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 730 ഡേയ്സ്. അതേപോലെ തന്നെ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷനാണ് റിസൈഡ്സ് ഇൻ എനി 2 പ്രീവിയസ് ഇയർ ഔട്ട് ഓഫ് ദി ലാസ്റ്റ് 10 പ്രീവിയസ് ഇയേഴ്സ്. അപ്പോൾ ഇത്രയും ഇതാണ് ബേസിക് കണ്ടീഷനും അഡീഷണൽ കണ്ടീഷനും. ബേസിക് കണ്ടീഷന് ഒന്നുകൂടെ പറയാം. ഒന്നാമത് പറയുന്നത് 182 ദിവസം അതിൽ കൂടുതലോ ഇന്ത്യ സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് 60 ഡേയ്സ് ഓർ മോറോ, അല്ലെങ്കിൽ 365 ദിവസത്തിൽ കൂടുതൽ 4 പ്രീവിയസ് ഇയറിൽ സ്റ്റേ ചെയ്യുക. അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് ടോട്ടൽ സ്റ്റേ എന്ന് പറയുന്നത് 7 ഇയേഴ്സിൽ 730 ദിവസവും അതിൽ കൂടുതലോ ഉണ്ടായിരിക്കുക. രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ പറയുന്നത് 10 ഇയേഴ്സിൽ 2 ഇയർ എങ്കിലും എന്താണ് റെസിഡൻ്റായിട്ട് അയാൾ ഉണ്ടായിരിക്കുക. റെസിഡൻ്റായിട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ബേസിക് കണ്ടീഷനിൽ ഒരെണ്ണമെങ്കിലും സാറ്റിസ്ഫൈ ചെയ്ത ആളാവുകയും വേണം, എന്താണ് ഇതും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഒരു നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ 60 ഡേയ്സ് റൂൾ 60 ഡേ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ 60 ഡേയ്സിന് പകരം ചില കണ്ടീഷനിൽ നമ്മൾ 182 ഡേയ്സും 120 ഡേയ്സും വേണം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഏതൊക്കെയാണ് ആ സിറ്റുവേഷനും കൂടി ഇവിടെ അറിഞ്ഞിരിക്കണം, അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ സിറ്റിസൺ ലീവിങ് ഇന്ത്യ ഫോർ ആൻ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഓർ എ മെമ്പർ ഓഫ് ക്രൂ ഇൻ ഇന്ത്യൻ ഷിപ്പ്. എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഷിപ്പിലെ ക്രൂ ആയിട്ടോ ഇന്ത്യയിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ ആ 60 ഡേയ്സിന് പകരം വേണ്ടത് 182 ഡേയ്സ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കും എന്നാണ്. രണ്ടാമത്തെ എക്സെപ്ഷൻ പറയുന്നത് ഇഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ ഫോറിൻ സിറ്റിസൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ കംസ് ടു വിസിറ്റ് ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ സ്റ്റേ ഫോർ അറ്റ്ലീസ്റ്റ് 120 ഡേയ്സ്. അതായത് ഇന്ത്യൻ ഒറിജിനിലുള്ള ഒരു ഇന്ത്യൻ ഫോറിൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ ഒറിജിനിലുള്ള ആളാണ്, എന്താണ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ട് ഉണ്ട് എങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ 60 ഡേയ്സിന് പകരം 120 ഡേയ്സ് ഇന്ത്യയിലുണ്ടെങ്കിൽ മാത്രമേ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. ഇവിടെ പറയുന്നത് അവരുടെ ടോട്ടൽ ഇൻകം, അതായത് ഫോറിൻ ഇൻകം കൺസിഡർ ചെയ്യാതെ ടോട്ടൽ ഇൻകം 50 ലാക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് ഈ 60 ഡേയ്സിന് പകരം 120 ഡേയ്സാണ് അവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കണ്ടീഷനിൽ പറയുന്നത് ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 180 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ആൻഡ് സെക്കൻഡ് വൺ പറയുന്നത് ഹി ഷുഡ് ബി ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 120 ഡേയ്സ് ഓർ മോർ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. അപ്പം ഇത് രണ്ടും 60 ഡേയ്സിന് പകരം വേണ്ടാണ്.
കൂടാതെ അതിനോടൊപ്പം എന്തും കൂടെ വേണം, 365 days or more during the 4 years immediately preceding the previous year. അത് 60 ഡേയ്സിനൊപ്പം ആ കണ്ടീഷനിലൊപ്പം ഉണ്ടായിരുന്ന ഒരു കണ്ടീഷനിലാണല്ലോ, അതും കൂടി വേണം സാറ്റിസ്ഫൈ. ആ 60 ഡേയ്സിന് മാത്രം എന്താ 182 ഡേയ്സും 120. ബാക്കിയുള്ള സെക്കൻഡ് കണ്ടീഷൻ അതേപോലെ തന്നെ വേണം. അതായത് ടോട്ടൽ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദ ലാസ്റ്റ് 4 years എങ്ങനെ വേണം, 365 days ഓർ മോർ വേണം. ഓക്കെ, ഇതാണ് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് കണ്ടീഷനും അതേപോലെ അഡീഷണൽ കണ്ടീഷനും ബേസിക് കണ്ടീഷനിലെ 60 ഡേയ്സിൻ്റെ എക്സെപ്ഷൻസും കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയയാണ്. Then next, which of the following is wrong with regard to the income tax return 1? ഇൻകം ടാക്സ് റിട്ടേൺ 1 പറയുന്നതാണ് സഹജ എന്നുകൊണ്ട്, അതും കൂടെ ഓർത്ത് വെക്കണം. അപ്പം ആ ഒരു പെർട്ടിക്കുലർ ഇൻകം ടാക്സ് റിട്ടേണുമായി റോങ് ആയ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ITR 1 is applicable for person having business income. ഓപ്ഷൻ ബി, ITR 1 can be filed ITR 1 can be filed if the total income does not exceed rupees 50 lakh. Option C, ITR 1 can be used if the agriculture income does not exceed rupees 5,000. Option D, ITR 1 can be used if the individual does not have more than one house property. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ITR 1 is applicable for person having business income. ആ സ്റ്റേറ്റ്മെൻറ്റാണ് റോങ് ആയ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്ന ITR 1 അപ്ലിക്കബിളായ ദ പേഴ്സൺ ഹാവിങ് ബിസിനസ് ഇൻകം ഉള്ളതാണ്. അപ്പോൾ ഏതിനാണ് ITR 1 അപ്ലിക്കബിൾ ആയത് എന്ന് കറക്റ്റ് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഒരു കാര്യം അറിയാം, ഓപ്ഷൻ ബി, സി, ഡി എന്ന് കറക്റ്റ് ആൻസറാണ് എന്ന് റോങ് ആയ സ്റ്റേറ്റ്മെൻ്റ് അല്ല, കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ITR 1 സഹജിൻ്റെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ITR 1 സഹജ എന്ന് മനസ്സിലാക്കുക. ഫോർ ഓർഡിനറി റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഹാവിങ് കുറച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നവർക്കാണ് സഹജ അല്ലെങ്കിൽ ITR 1 റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുക. നോക്കാം, ഒന്ന് പറഞ്ഞ് ഇൻകം ഫ്രം സാലറി ഓർ പെൻഷൻ. സാലറി അല്ലെങ്കിൽ പെൻഷൻ ഇൻകം കിട്ടുന്നവരാണെന്ത് ITR 1 സബ്മിറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പറയുന്നത് ഇൻകം ഫ്രം വൺ ഹൗസ് പ്രോപ്പർട്ടി ഉള്ളവർ അത് സബ്മിറ്റ് ചെയ്യാം, എക്സ്ക്ലൂഡിങ് ലോസ് അല്ലാതെ. നെക്സ്റ്റ് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സിൽ ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് ITR 1 സബ്മിറ്റ് ചെയ്യാം. അവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ടെങ്കിൽ എക്സ്ക്ലൂഡിങ് വിന്നിങ് ഫ്രം ലോട്ടറി ആൻഡ് ഹോഴ്സ് റേസ്, അതില്ലാതെ ബാക്കിയുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടെങ്കിലാണ് ITR 1 ഫയൽ ചെയ്യേണ്ടത്. പിന്നെ പറയുന്ന അഗ്രികൾച്ചർ ഇൻകം അപ് ടു 5,000 ആണെങ്കിൽ ITR 1 സഹജ് സബ്മിറ്റ് ചെയ്താൽ മതി. ടോട്ടൽ ഇൻകം അപ് ടു rupees 50 lakh അങ്ങനെയാണെങ്കിൽ ITR 1 ഫയൽ ചെയ്താൽ മതിയാവും. ഇതൊക്കെയാണ് ITR 1 സഹജിൻ്റെ ഫീച്ചേഴ്സായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ വിത്ത് റിഗാർഡ് ടു ദ ഡിഡക്ഷൻസ് അണ്ടർ ചാപ്റ്റർ 6A? ചാപ്റ്റർ 6Aയിൽ ഡിഡക്ഷനിൽ ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ, വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80E ഡീൽസ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോൺ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അപ് ടു 25,000 ഈസ് അലൗഡ് അണ്ടർ സെക്ഷൻ 80D. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ 80G പ്രൊവൈഡ്സ് ഫോർ ദ ഡിഡക്ഷൻ ഓഫ് ഡൊണേഷൻ പെയ്ഡ് ടു ക്യാഷ് അപ് ടു 2 lakh. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂ ആയ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എ, സ്റ്റേറ്റ്മെൻറ്റ് 1 and 3 ആർ ട്രൂ. ഓപ്ഷൻ ബി, സ്റ്റേറ്റ്മെൻറ്റ് 2 and 3 ആർ ട്രൂ. ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ. ഓപ്ഷൻ ഡി, സ്റ്റേറ്റ്മെൻറ്റ് 1, 2, 3 ആർ ട്രൂ ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ട്രൂ ആണ്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80E എന്താണ്, ഇൻട്രസ്റ്റ് ഓൺ എഡ്യൂക്കേഷൻ ലോണുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, അത് കറക്റ്റാണ്. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം അപ് ടു 25,000 ആണ് 80Dയിൽ ഡിഡക്ഷനായിട്ട് കിട്ടുക. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3 ആണ് ഫാൾസ്. എന്തുകൊണ്ടാണ് ഇവിടെ പറയാൻ കാരണം നോക്കുക. 80G പ്രൊവൈഡ് ഫോർ ദ റിഡക്ഷൻ ഓഫ് ഡൊണേഷൻ പെയ്ഡ് ഇൻ ക്യാഷ്. 80Gയിൽ ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഡൊണേഷൻ പെയ്ഡ് ഇൻ ക്യാഷ്
അപ് ടു 2 ലാക്ക് 2 ലാക്ക് വരെ ക്യാഷിൽ പേ ചെയ്യാമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം 2 ലാക്ക് അല്ല 2000 വരെയാണ് നമുക്ക് ക്യാഷിൽ പേ ചെയ്യാൻ പറ്റുന്നത്. അതിന് മുകളിലുള്ളതൊക്കെ ബാങ്ക് വഴി ആയിരിക്കണം ഡൊണേഷൻ്റെ ഡീലിങ്സ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ അത് വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഡിലീറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആണ്, എങ്കിലും ആ ഏരിയ അറിയാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്തു എന്ന് മാത്രം. ഇവിടെ നോക്കുക, TDS, TCS ആ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കുമ്പം PSC ചോദിച്ചിരിക്കുന്ന ഏരിയ കറക്റ്റായിട്ട് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഏരിയ നോക്കി പഠിച്ചു പോയാൽ വീണ്ടും ആ ഏരിയയിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പം ആ ഒരു ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി ഇൻക്ലൂഡ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ. TDS, TCS ആ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യന്, അത് നോക്കി വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ? ഓപ്ഷൻ എ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് അപ് ടു 1 lakh ഈസ് എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഓപ്ഷൻ ബി, ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയർസ് ഹെൽഡ് ഫോർ എ പീരിയഡ് ഓഫ് മോർ ദാൻ 12 months ആർ ടേംഡ് ആസ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. Option C, income tax on long-term capital gain of listed equity shares were charged at 10%. Option D, unlisted shares required a holding period of more than 12 months for considering it as long-term capital assets. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുക അല്ലെങ്കിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അതായത് അൺലിസ്റ്റഡ് ഷെയർസ് റിക്വയർഡ് എ ഹോൾഡിംഗ് പീരിയഡ് ഓഫ് മോർ ദാൻ 12 months ഫോർ കൺസിഡറിങ് ഇറ്റ് ആസ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റ്. ഇനി നോക്കാം ഏതൊക്കെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആവാനുള്ള കണ്ടീഷൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആകാനുള്ള കണ്ടീഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ കാണാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 12 months താഴെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിലും, അതേപോലെ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 12 months കൂടുതൽ ഹോൾഡ് ചെയ്യുകയും വേണം. ഏതൊക്കെയാണ് ആ ഐറ്റത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, സെക്യൂരിറ്റി അതർ ദാൻ യൂണിറ്റ് ലിസ്റ്റഡ് ഇൻ എ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതേപോലെ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ഫണ്ട് ഓർ യൂണിറ്റ് ഓഫ് UTI, അതേപോലെ 0 കൂപ്പൺ ബോണ്ട്. ഇതൊക്കെ 12 മാസത്തിൽ താഴെയാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും, 12 മാസത്തിന് മുകളിലാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ആയിരിക്കും. ഇനി 24 months പോയി കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് ഷെയർസും അതേപോലെ ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് ഇത് രണ്ടും എന്താണ് 24 മാസത്തിൽ താഴെയാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ അത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും, അതേപോലെ 24 months എബോവ് നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി തെറ്റാൻ കാരണം അവിടെ എന്താ 12 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകരം എന്ത് വേണം, 24 months ആണ് അവിടെ വേണ്ടത്. ഇനി അടുത്ത ഇതും കൂടെ നോക്കാം. 36 months എബോവ് ആണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും, 36 months താഴെയാണ് ഹെൽഡ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ആകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് അല്ലാത്ത അൺലിസ്റ്റഡ് സെക്യൂരിറ്റി ഹെൽഡ് ചെയ്താൽ, ഡിബഞ്ചറൊക്കെ അതാണ് ഉദ്ദേശിക്കുന്നത്, അതർ ക്യാപിറ്റൽ അസറ്റും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അടുത്ത ഫിനാൻഷ്യൽ ഇയർ മുതൽ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന ബജറ്റ് പ്രകാരം ഈ 36 months എന്നുള്ളത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഇനി ഉണ്ടാവില്ല. പകരം എന്താ 24 months വരെ, അതിൻ്റെ എബോവ് ആൻഡ് ബിലോ മാത്രമേ ഉള്ളൂ. അതും കൂടെ മനസ്സിലാക്കി വെക്കാം. ഇത് ക്വസ്റ്റ്യൻ പഴയതായതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇപ്പോഴത്തെ കേസിൽ ഇത് ഓക്കെയാണ്. അടുത്ത ഇത് മുതൽ എന്താണ് 36 months എന്നുള്ള ഇത് ഉണ്ടാവില്ല. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.